എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിരുന്ന പേൾ ഐലൻഡിലെ വിവാ ബെഹറിയുടെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് കരുതുന്നു. അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പേൾ ഐലൻഡിലെ മറ്റൊരു സ്ഥലമായിട്ടുള്ള പോർട്ടോ അറേബ്യ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൻ്റെ എൻട്രൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ കയറുന്ന തന്നെ ഒരു മാളിനുള്ളിലേക്കാണ്. ധാരാളം ഗിഫ്റ്റ് ഷോപ്സും അതേപോലെ തന്നെ പെർഫ്യൂമുകളും ഒക്കെ നമുക്കിവിടെ വന്നിട്ട് കാണാൻ പറ്റി. ഈ മാളിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു മാളായിരുന്നു. ധാരാളം ബ്രാൻഡിൻ്റെ സാധനങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റി. ഒരു ഗിഫ്റ്റ് ഷോപ്പിൻ്റെ ഉള്ളിലൂടെയാണ് നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് എത്തേണ്ടത്. ഈ സൈഡിലെല്ലാം നമുക്ക് കാണാൻ പറ്റും ധാരാളം ഗിഫ്റ്റുകളൊക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ഷോപ്പിനുള്ളിനകത്തൂടെയാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അങ്ങനെ നമ്മൾ പോർട്ടോ അറേബ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. എന്ത് ഭംഗിയായിരുന്നെന്നറിയോ, അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റിയിരുന്നത്. നമുക്ക് അവിടെ കാണാൻ പറ്റും ധാരാളം റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം. അടിപൊളിയായിട്ടുള്ള വ്യൂ ഒക്കെ കണ്ടും അതേപോലെ തന്നെ കടലിൻ്റെ ഭംഗിയൊക്കെ കണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. നമ്മൾ പോയ സമയം എന്ന് പറയുന്നത് നല്ല ഒരു ഉച്ച ടൈമിലൊക്കെയാണ് അവിടെ പോയത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും അവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഫുള്ള് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുകയാണ്. അതുവഴി നടക്കുകയൊക്കെ ചെയ്യുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. നല്ല ബോട്ടിംഗ് ഒക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. നമ്മൾ എവിടെ ചെന്നാലും ആ ഒരു സ്ഥലത്തെ ബോട്ടിംഗ് ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് ബോട്ടിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയൊക്കെ രാത്രി ടൈമിൽ ഭയങ്കര അടിപൊളിയായിരിക്കും. നോക്കി ഇപ്പോൾ ആരും ഇല്ല. നമ്മൾ പറഞ്ഞില്ലേ ഈ ഒരു സ്ഥലത്ത് ഈവനിങ് ടൈമിലായിരിക്കും ഭയങ്കര തിരക്കൊക്കെ ഉള്ളത്. ഇവിടുത്തെ ആ ഒരു സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നല്ല രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ വന്ന ഒരു ഉച്ച ടൈമിലാണ്, അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും അവിടെ ഇല്ല. നമ്മളിവിടെ ശരിക്കും ബോട്ടിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഈ മാളിനകത്താണ് ബുക്കിംഗ് സെൻറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ടിക്കറ്റ് ഇവിടെയല്ല എടുക്കേണ്ടത്, വേറെ ഏതൊരു സ്ഥലത്താണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അതുപോലെ ഇവിടെ ടിക്കറ്റ് കിട്ടും, അത് പ്രൈവറ്റ് ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. അതും നല്ല റേറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ബോട്ടിംഗ് ഒന്നും ചെയ്തില്ല. ഏതായാലും ഇവിടെ വന്നതല്ലേ, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാമെന്ന് കരുതി ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ നമുക്ക് ധാരാളം പെർഫ്യൂമുകളൊക്കെ കാണാൻ പറ്റി. ഈ ഒരു മാളിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ എടുത്തു പറയേണ്ടത് തന്നെയുണ്ട്. അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഒരു ട്രഡീഷണൽ അറബിക് സ്റ്റൈലിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ധാരാളം പെർഫ്യൂമുകളും ഊതും ഒക്കെ നമുക്ക് കാണാൻ പറ്റി. ഒത്തിരി ബ്രാൻഡിൻ്റെ പെർഫ്യൂമുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റി. അങ്ങനെ ആ മാളിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ നടന്ന് കാണുകയാണ്. നല്ല ഭംഗിയുള്ള മാളായിരുന്നു. അതേപോലെ തന്നെ ഫുൾ സാധനങ്ങളെല്ലാം നല്ല അത്യാവശ്യം നല്ല റേറ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഈ ഷാൻഡിലിയറാണ്. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ എവിടെ ചെന്നാലും ഇങ്ങനത്തെ ഈ വലിയ ലൈറ്റുകൾ കണ്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ഭയങ്കരമായിട്ട് നോക്കാറുണ്ട്. ഇവിടെ ഒരു ചെറിയ ഫൗണ്ടെയിൻ ഉണ്ടായിരുന്നു. അവർ ആ ചെയ്ത വർക്കുകളൊക്കെ നോക്കി നല്ല ഭംഗിയുണ്ടല്ലേ, ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അങ്ങനെ ഫീൽ ചെയ്തു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ ആ ഒരു ഇൻറ്റീരിയർ ഡിസൈനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ നമുക്ക് കാണാം പോർട്ടോ അറേബ്യ എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇവിടെ വാലറ്റ് പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് നേരെ പോകുന്നത് പേൾ ഐലൻഡിൻ്റെ മറ്റൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ള ഫോട്ടോ വോക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമ്മളവിടെ പോകുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഇവിടെ നമുക്കൊരു കനാല് പോലെ കാണിച്ചിട്ടുണ്ട്. ഇവർ ഇറ്റലിയുടെ ആ ഒരു ലിറ്റിൽ വെനീസാണ് ഇവിടെയും അവർ ഉദ്ദേശിച്ചേക്കുന്നത്. നമ്മുടെ വീഡിയോയിൽ ഒത്തിരി തവണ നമ്മൾ ലിറ്റിൽ വെനീസിനെ കുറിച്ച് കാണിച്ചിട്ടുണ്ട് അല്ലേ. എന്തായാലും നമ്മൾ ലിറ്റിൽ വെനീസിൽ പോയി നേരിട്ട് ആ സ്ഥലമൊക്കെ നമ്മൾ കാണുന്നതായിരിക്കും. നമ്മുടെ അങ്ങനെ മനസ്സിൽ നമ്മൾ കണ്ടുവച്ചേക്കുന്ന നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ 2 രാജ്യങ്ങളിൽ ഒന്ന് ഇറ്റലിയും 2 ജപ്പാനുമാണ്. ജപ്പാനിലെ ചെറി ബ്ലോസം നമ്മൾ നേരിട്ട് പോയി കാണണമെന്ന് എപ്പോഴും പറയാറുണ്ട്. അടുത്തത് ലിറ്റിൽ വെനീസാണ്. 2 സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ആ ഒരു കനാലാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നിട്ടുള്ള വ്യൂ ഇല്ല, അടിപൊളിയായിരുന്നു. നോക്കിയാൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. ഇതിന് ഖാനത്ത് കോർട്ടിയർ എന്ന് പറഞ്ഞൊരു പേരും ഉണ്ട്. നമുക്ക് കാണാൻ പറ്റും കണ്ടോ, ലിറ്റിൽ വെനീസിലെ ആ ഒരു പാലമൊക്കെ കൊടുത്തുകൊണ്ട് അതേപോലെ കണ്ടോ കനാലൊക്കെ വെച്ചിട്ട് അവർ അതേ രീതിയിലാണിത് നിർമ്മിച്ചിരിക്കുന്നത്.
എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ മുകളിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഈ ഒരു സ്ഥലത്ത് പാർക്കിംഗ് സൗകര്യം ഭയങ്കര പാടായിരുന്നു. ഇതിൻ്റെ 2 സൈഡിലും നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ചില സ്ഥലത്ത് പാർക്കിംഗ് ഒക്കെ അവിടുത്തെ റെസിഡൻസിന് മാത്രമേ ഉള്ളൂ പാർക്കിങ്. അല്ലാത്ത ആൾക്കാരെ ഒന്നും അവരകത്തേക്ക് കയറ്റി വിടില്ലായിരുന്നു. നമ്മളിങ്ങനെ അതുവഴിയൊക്കെ നടക്കുകയാണ്. അതുവഴി നടക്കാനൊക്കെ നല്ല രസമായിരുന്നു. കണ്ടോ, 2 സൈഡും നമുക്ക് കാണാൻ പറ്റും. ഈ സൈഡിലും നമുക്ക് പാർക്ക് ചെയ്യാം, അപ്പുറത്തെ സൈഡിലും നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. ആ വെള്ളത്തിൻ്റെ കളറൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയില്ലേ. അതുവഴി നടക്കാനൊക്കെ അടിപൊളിയായിരുന്നു. ഇതിൻ്റെ പേര് കൊടുത്തേക്കുന്ന ഫോട്ടോ വോക്ക് എന്നാണ്. മിക്കവാറും നടന്നുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാനായിരിക്കും അവർ ഉദ്ദേശിച്ചത്. എന്തായാലും ഞാൻ നടന്നുകൊണ്ട് വീഡിയോ ആണ് ഗൈസ് എടുത്തത്. എന്തായാലും നമുക്കത് ഈ കാണുന്നതാണ് ലിറ്റിൽ വെനീസ്. കണ്ടോ, അതെല്ലാം കഴിഞ്ഞ് ഇതാ മുന്നോട്ട് വന്നപ്പോൾ നമ്മുടെ ലംബോർഗിനി കാറ് മുന്നിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ശ്രീഹാൻ്റെ ഫേവറേറ്റ് കാറാണ് ലംബോർഗിനി. അവൻ എപ്പോഴും ഈ കാറിനെ കുറിച്ച് എപ്പോഴും പറയും. അവനിതിന് ഭയങ്കര ഇഷ്ടമാണ് ഈ വണ്ടി. അപ്പോൾ അവൻ കണ്ടോണ്ടേ ഫുൾ എക്സൈറ്റഡിലാണ്. എന്നിട്ട് ആ വണ്ടീനെ കുറിച്ച് ഞങ്ങൾക്ക് മൊത്തം പഠിപ്പിച്ചു തരികയാണ്. വണ്ടിയുടെ ലോഗോ കണ്ടോ, വണ്ടിയുടെ ഓരോ സംഭവങ്ങളും നമ്മളിങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്താ പറഞ്ഞു തരണ്ടേന്നൊന്നും അറിയില്ല. ഫുൾ എക്സൈറ്റ്മെൻറ്റിൽ പുള്ളി എന്തൊക്കെയോ പറയുകയാണ്. ടയറിനെ കുറിച്ചും ഒക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വണ്ടിയെക്കുറിച്ചൊക്കെ ചെറുതാണെങ്കിലും അവന് അത്യാവശ്യം നല്ല നോളജ് ഉണ്ട് വണ്ടീനെക്കുറിച്ചൊക്കെ. ഞാൻ ആദ്യമൊക്കെ തമാശയായിട്ട് കേട്ടെങ്കിലും പിന്നീട് അവൻ അവരൊന്നും പറയുന്നത് കേട്ടപ്പോൾ ഞാൻ തന്നെ അതിശയപ്പെട്ടു പോയി. ഓരോ കാര്യങ്ങൾ അവൻ നന്നായിട്ടാണ് പറയുന്നത്. അവൻ ആ വണ്ടി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്താണല്ലോ നമുക്ക് ഇങ്ങനത്തെ വണ്ടികളൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പം ഞങ്ങൾ ആ സ്ഥലത്ത് ആ സമയത്ത് കിട്ടുന്ന വണ്ടികളുടെയൊക്കെ ഫോട്ടോസ് ഞങ്ങൾ എടുക്കാറുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും അതുവഴി നടക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റും ധാരാളം പൂക്കളൊക്കെ വെച്ചിട്ട് ഈന്തപ്പനയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടാണ് അവരത് മൊത്തം ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ കാണാൻ അടിപൊളിയായിരുന്നു. ഇവിടെ ഇരിക്കാനൊക്കെ നല്ല രസമായിരിക്കും. വൈകുന്നേരം ടൈമിലൊക്കെ ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ നല്ല രസമായിരിക്കും. അതുപോലെ തന്നെ നടക്കാനും നല്ല രസമുണ്ടായിരുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ ഫോട്ടോ അറേബ്യ ഇവിടെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു. ബോട്ടിംഗ് ഗേറ്റ് ബി പോകണമെന്ന് അതായത് പറഞ്ഞാൽ നമ്മൾ ബാസ്റ്റിംഗ് റോബിൻസൺ ഫോട്ടോ അറേബ്യ അടിച്ചു കഴിഞ്ഞാൽ കത്തെത്തിയിട്ട് അവിടുത്തെ ബോട്ടിങ് 1 മണിക്കൂർ 1/2 മണിക്കൂർ 20 മിനിറ്റിന് 200 റിയാൽ 10 പേരെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെച്ച് ഇവിടെ കിട്ടില്ല. നമ്മളിനി അങ്ങോട്ട് നമ്മുടെ റൂമിനടുത്തുള്ള ബോട്ടിംഗ് എടുക്കാൻ വിചാരിച്ചു. അടിപൊളിയാണ്. വേറെ യൂറോപ്യൻ ഫീലിംഗ് കണക്കിട്ടേക്കുന്നത്. അടിപൊളി വൈബ്, അടിപൊളി റെസ്റ്റോറൻറ്റ്, അടിപൊളി ഷോപ്പുകൾ. നല്ല രസമുണ്ടായി. കിട്ടില്ല ഫോട്ടോസ് നമുക്ക് കിട്ടി. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ്. സ്പ്രേ ഒക്കെ 600-ന്റെ മേലോട്ടുള്ള സ്പ്രേകളൊക്കെ. അതെ, ഒത്തിരി കളക്ഷൻസ് ഒക്കെ കാണാൻ പറ്റും. അതെ, പിന്നെ വലിയ വലിയ വണ്ടികളാണ് മൊത്തം വരുന്നത്. നമുക്കിവിടെ വരാൻ പറ്റിയത് നമ്മൾ ഭാഗ്യമായിട്ടാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നോട് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ ബൈ.